മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ വന്ന് കണ്ടിരുന്നെങ്കിൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങളെ കാണാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഏറ്റവും നല്ല റൂം നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം. അത്തരമൊരു ബഹുമാനപ്പെട്ട അതിഥിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചത് നൽകി നിങ്ങൾ അവരെ സേവിക്കും. നിങ്ങളപ്പോൾ ഏറ്റവും മികച്ചവരായിരിക്കും. കാരണം തിരുനബി അവിടെ തങ്ങുന്നതാണ് നിങ്ങളുടെ സന്തോഷം. അവർ വരുമ്പോൾ നിങ്ങൾ അവരെ വാതിൽക്കൽ കാണുമോ? നിങ്ങളുടെ കൈകൾ നീട്ടി സ്വാഗതം ചെയ്യുമോ? അല്ലെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി നിങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രം മാറേണ്ടി വരുമോ? അവരകത്തേക്ക് കടത്തിവിടുന്നതിന് മുമ്പ് നിങ്ങളുടെ കുറച്ച് മാസികകൾ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുമോ? ഈ നേരത്ത് എവിടെയാണ് ഖുർആൻ എന്ന് നിങ്ങൾ തപ്പി നടക്കുമോ? നിങ്ങൾ അപ്പോഴും ഓൺലൈൻ ചാറ്റുകളിൽ തുടരുമോ? അല്ലെങ്കിൽ നിങ്ങൾ ആ സിസ്റ്റം ഓഫ് ചെയ്യുമോ? നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരോടെങ്കിലും പരദൂഷണം പറയുകയായിരുന്നു എങ്കിൽ അത് സമ്മതിക്കുമോ? അതോ ഒരിക്കലും തുറക്കാത്ത ഹദീസ് പുസ്തകങ്ങൾ എടുക്കുകയായിരുന്നു എന്ന് പറയുമോ? നിങ്ങൾക്ക് പിടിക്കപ്പെട്ട കള്ളൻ്റെ അവസ്ഥ ആകുമോ? അല്ലെങ്കിൽ നിങ്ങൾ അവർ പോകാൻ തിരക്ക് കൂട്ടുമോ? പിന്നെ ഞാൻ അത്ഭുതപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളോടൊപ്പം 1-2 ദിവസം ചെലവഴിച്ചാൽ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമോ? നിങ്ങൾ എപ്പോഴും പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നേരെ പോയി പറയുമോ? നിങ്ങളുടെ ജീവിതം തുടരും. അതും നിങ്ങൾ എന്നും ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ. അവർ ഉള്ളപ്പോഴും എന്നത്തെയും പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങളുടെ കുടുംബ സംഭാഷണങ്ങളിലൊക്കെ പതിവ് പോലെ പെരുമാറാൻ പറ്റാത്തതിൽ നിങ്ങൾക്ക് അവരോട് ബുദ്ധിമുട്ട് തോന്നുമോ? ഓരോ ഭക്ഷണവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമോ? നിങ്ങൾ നെറ്റി ചുളിക്കാതെ ഓരോ പ്രാർത്ഥനയും പാലിക്കുമോ? നിങ്ങൾ എപ്പോഴും നേരത്തെ ഉറങ്ങുമോ? അതോ ഫോണിലാകുമോ? ഫജ്റിന് നേരത്തെ ഒരുങ്ങുമോ? നിങ്ങളുടെ മനസ്സിനും ആത്മാവിനും ഭക്ഷണം പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താനാകുമോ? നിങ്ങൾ പറയാതെ തന്നെ. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് നിങ്ങൾ പ്രവാചകനെ കൂടെ കൊണ്ടുപോകുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ പദ്ധതികൾ മാറ്റിവെക്കുമോ? അല്ലെങ്കിൽ കണ്ടുമുട്ടിയതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ? നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ ആ ദിവസങ്ങളിൽ നഷ്ടപ്പെടുന്നു എന്നോർത്ത് അവർ തിരികെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? തിരുനബിയുടെ സന്ദർശനം അവസാനിക്കുന്നത് വരെ അവർ താമസിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എന്നേക്കുമായി? അവർ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ വലിയ ആശ്വാസത്തോടെ നെടുവീർപ്പിടുമോ? പ്രതീക്ഷിക്കാതെ ഈ നിമിഷം നിങ്ങളുടെ വീട്ടിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നാൽ, നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് എന്ന് ഓർത്തു നോക്കൂ. അവരുടെ മുന്നിൽ നിങ്ങൾ തലകുനിക്കുമോ? അതോ നിവർത്തുമോ? നിരാശയോടെ അവർ നിങ്ങളുടെ വീട്ടിൽ നിന്നും പോവുകയാണെങ്കിൽ നിങ്ങളൊരവസരം കൂടി ആഗ്രഹിക്കുമോ? നിങ്ങളിൽ തെറ്റുകളുണ്ടെന്ന് നിങ്ങൾക്ക് ഈ സമയം ബോധ്യം വന്നു എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിച്ച് ആ അതിഥിക്കായി നിങ്ങൾക്ക് കാത്തിരുന്നൂടെ? അത്രമേൽ അവരെ സ്നേഹിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല.